ഇന്നത്തെ ഈവനിങ് സ്പെഷ്യൽ മുളക് ബജിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് കടലമാവ് എടുത്തു. അപ്പോൾ 1 കപ്പാണ് എടുത്തത്. ഞാൻ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് കായംപൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് എരിവിനനുസരിച്ചുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുത്തു. നന്നായി മിക്സ് ചെയ്തിട്ട് അതിൻ്റെ കട്ടകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഉടച്ചെടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ച് കട്ടിക്ക് വേണം ഇരിക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ മുളകിൽ മാവ് പിടിക്കില്ല. അങ്ങനെ ഇത് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാണ് കേട്ടോ ഇതിലേക്കായിട്ടുള്ള മുളക്. ഇവിടെ ഇങ്ങനത്തെ മുളകാണ് കിട്ടാറ്. അത്യാവശ്യം വലിപ്പമുണ്ട്. അപ്പോൾ ഞാനിതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബജികളിലേക്കൊക്കെ ഉണ്ടാക്കാറായിട്ടുള്ള ചട്നി, ഒരു കഷ്ണം സവോളയും ഒരു കഷ്ണം തക്കാളിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കും. എന്നിട്ട് ഒരു പാനിൽ എണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് കുറച്ച് വേപ്പിലയും കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ അരച്ച് വെച്ചത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കും. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒരു തിളച്ചാൽ നമുക്ക് ഓഫാക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മുളക് ബജി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മുളക് ബജി മൊത്തത്തിൽ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ കുറച്ച് മാവ് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു കഷ്ണം സവോള അതുപോലെ അരിഞ്ഞിട്ട് അത് ഇതുപോലെയൊക്കെ മിക്സ് ചെയ്തിട്ട് ആ ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തു. അപ്പോൾ അതും കട്ടൻ ചായയുടെ കൂടെ കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ കുട്ടികൾ 2 പേരും അത് കഴിക്കാത്തത് കാരണം അവർക്ക് കുറച്ച് പോപ്കോൺ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊന്ന് എണ്ണയിൽ ചൂടാക്കിയിട്ട് പൊട്ടി വന്നപ്പോൾ അടച്ച് വെച്ച് അപ്പോൾ അതും റെഡി. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം കൂട്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് ചായ കുടിക്കാം കേട്ടോ.